JK വേൾഡ് പ്രേക്ഷകർ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം. ചെമ്പൂത്ര എന്ന സ്ഥലം തൃശൂരിൽ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ദേവസ്വത്തിന്റെ ഉടമസ്ഥയിലുള്ള ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രം NH 544 നിന്നും 500 മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. മകരച്ചൊവ്വ ഉത്സവത്തിന് പേരുകേട്ട ഗ്രാമമാണ് ചെമ്പൂത്ര. തൃശൂർ ജില്ലയിലെ വികസിത ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നായ പട്ടിക്കാടിന് വളരെ അടുത്താണ് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഉത്സവം ചെമ്പൂത്ര മകരച്ചൊവ്വ ഉത്സവം എന്നറിയപ്പെടുന്നു. ചെമ്പൂത്ര മകരച്ചൊവ്വ ഉത്സവം എല്ലാ വർഷവും മലയാള മാസമായ മകരത്തിലെ ആദ്യ ചൊവ്വാഴ്ച ഉത്സവമായി ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. ഇവിടെ നടക്കുന്ന പൂരം ഇന്ത്യയിൽ കേരളത്തിലെ പ്രധാന പൂരങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. 35 മുതൽ 40 വരെ ആനകൾ അണിനിരക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു പൂരമാണ്. പലതരപ്പെട്ട കളികളും വാദ്യമേളങ്ങളും ഗംഭീരമായ വെടിക്കെട്ടും കാണാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തൃശൂർ മുഴുവനിൽ നിന്നും ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരുന്നുണ്ട്. ഇതുകൂടാതെ മീനമാസത്തിൽ 3 ആനകളുടെ പൂരം, മറ്റും പ്രസാദഊട്ട് എന്നിവയോടെ ഭഗവതിയുടെ ജന്മദിനം, അതായത് പ്രതിഷ്ഠാദിനം മഹോത്സവമായി ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 2025 നടന്ന ഭഗവതിയുടെ ജന്മദിനം, അതായത് പ്രതിഷ്ഠാദിനം മഹോത്സവത്തിന്റെ ഭാഗമായി 3 ആനകളെ എഴുന്നള്ളിച്ചുള്ള മനോഹരമായ പൂരവും മറ്റു ദേവിയുടെ പ്രസാദ ഊട്ട് ദൃശ്യങ്ങളുമാണ്. ഇത്തവണ പൂരനായകനായി എടപ്പള്ളി ദേശത്തിൽ നിന്നും തിരുവമ്പാടി ചന്ദ്രശേഖരനോട് ഒപ്പമാണ് മറ്റു 2 ആനകൾ അണിനിരുന്നത്. മണ്ഡപത്തിന് അടുത്തുള്ള ഹാളിലും പുറത്തുമായി പ്രസാദ ഊട്ട് നൽകപ്പെട്ടിരുന്നു. ദേവിയുടെ സന്ദർശനത്തിനും പ്രസാദ ഊട്ട് കഴിക്കുവാനും ചുറ്റുമുള്ള ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേർന്നു. പൂരമേളതാളങ്ങളിൽ മേളപ്രമാണി സർവശ്രീ അനിയന്മാരുടെ താളച്ചുവടുകൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ചെറിയ വെടിക്കെട്ടും വൈകിട്ട് 6 മണിയോടെ ഗാനമേളയും ഇവിടെ ഉണ്ടായിരുന്നു.
ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ബെൽ ബട്ടണെയും അമർത്തിയാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങൾ പരിഹരിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ തരുന്ന എല്ലാ ആദരവിനും നന്ദി. നമസ്കാരം.